ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ. ഒരു ഈവനിങ് എന്ന് പറയുമ്പോൾ എൻ്റെ സാധാരണ ഈവനിങ്സ് എല്ലാം തന്നെ ഞാനും മോളും കൂടെ കമ്പൈൻഡ് ആയിരിക്കും കേട്ടോ. പുള്ളിക്കാരത്തി എപ്പോഴും എൻ്റെ കൂടെ കിച്ചണിൽ തന്നെ ആയിരിക്കും, വേറെ ആരും തന്നെ എൻ്റെ കൂടെ കിച്ചണിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ ഭയങ്കര ഫ്രീ ടൈമുകളായിരിക്കും കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ ചിന്തിക്കുന്നു, എന്നാൽ എന്തുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ആളായി നിർത്തിക്കൂടാ എന്ന് കേട്ടോ. സാധാരണ വെജിറ്റബിൾസ് കട്ട് ചെയ്യലും അല്ലെങ്കിൽ വേറെ പല ഇളക്കല് പിടിക്കല് അങ്ങനെ റിസ്ക് ആയിട്ടുള്ള പരിപാടികളാണ് പുള്ളിക്കാരത്തി ചെയ്യാറുള്ളത്. ഇപ്പോൾ മൊബൈലിൽ വീഡിയോ എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടി പുള്ളിക്കാരത്തിലേക്ക് കൊടുക്കാന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എനിക്ക് എടുത്തു തന്നു കേട്ടോ. വളരെ നല്ല വീഡിയോസ്, ഒരുപക്ഷെ ഞാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ല വീഡിയോസ് ആണ് പുള്ളിക്കാരത്തി എടുക്കുന്നത്. ഷീ ഈസ് 5 നൗ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ മാങ്ങ മുറിക്കുന്നത് ഞങ്ങൾ അച്ചാറിടാനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. അതായത് ഞങ്ങൾ മാങ്ങ മുറിച്ച് അതിൽ ഉപ്പും മുളകും അതുപോലെ തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം വെച്ചിട്ട് നമുക്ക് കഴിക്കാം എന്നൊരു പ്ലാൻ ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള മാങ്ങ മുറിക്കലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാനൊരു പാത്രത്തിലാക്കി കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. ഇപ്പോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് ഇത്. അൽഫോൺസ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അൽഫോൺസ മാങ്ങയെ കുറിച്ചൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. മാങ്ങകളുടെ രാജാവാണ് കേട്ടോ അൽഫോൺസ. വാട്ടെവർ. അപ്പൊ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ പുള്ളിക്കാരത്തി ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കയ്യിലൊക്കെ നമുക്കൊക്കെ മുളക് പൊടി ആക്കിയാലും നല്ല എരിവുണ്ടാവും. ഈ കഴുകി കഴിഞ്ഞാലും ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും വാഷ് ചെയ്ത് കഴിഞ്ഞാലും. പക്ഷെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു തവണ എരിയുമ്പോൾ പിന്നെ പഠിച്ചോളൂലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കൊടുത്തു കേട്ടോ. വളരെ നന്നായിട്ട് മിക്സ് ചെയ്തു. എന്താ പറയാ, ഒരു രക്ഷയില്ല. കൈ കൊണ്ട് അങ്ങ് ഞെക്കി പിഴിഞ്ഞിട്ടാണ് മിക്സ് ചെയ്യല്. അത് കഴിഞ്ഞപ്പോ എനിക്ക് കൈ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. മീൻസ് ഇതുപോലെ ആയി, കയ്യില് മുളകും എണ്ണയൊക്കെ ആയിട്ട് ഇതുപോലെ ആയി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരുന്നുണ്ട്. ഞാൻ പേടിപ്പിക്കുന്നുണ്ട് സൈഡിൽ കൂടെ നിന്നിട്ട്, പക്ഷെ കാര്യമൊന്നുമില്ല കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കാരണം അൽഫോൺസ മാങ്ങയ്ക്ക് വലിയ പുളിയില്ല. ഒരുപാട് പച്ചയാണെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയുടെ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എനിക്ക് പറയുമ്പോൾ തന്നെ, ഇതിപ്പോ കാണുമ്പോൾ തന്നെ നാവിൽ നല്ല വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് കൈ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ കാണിച്ചു തന്നാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ഫണ്ണി ഫാക്ട് എന്താ വെച്ചാൽ, ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനൊരു ബൗളിലോട്ട് മാറ്റി വെച്ചു. കാരണം റെസ്റ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചു. കാരണം എനിക്ക് ഇതിന് ശേഷം നല്ലോണം പണിയുണ്ട്. ഇനി നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കുറേ ഉണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് മാങ്ങ കഴിക്കാം എന്നാണ് പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്. കാരണം ഈ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇത് റെഡിയാക്കി കുറച്ച് സമയത്തിന് ശേഷം ചെയ്യാം, അല്ല മീൻസ് കഴിക്കാം എന്നാണ് പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് സമയം ഇതിലിങ്ങനെ പാത്രത്തിലാക്കി വെച്ചപ്പോൾ പുള്ളിക്കാരത്തിക്ക് കഴിക്കാൻ മറന്നുപോയി. പിന്നെ ഓർമ്മ വരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോഴേക്കും ഞാൻ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് അതിനെ കുറച്ച് അടിയൊക്കെ ഉണ്ടാക്കി. എന്നാലും കുഴപ്പമില്ല, അടുത്ത മാങ്ങ വലിച്ച് റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ സെറ്റായി. പക്ഷെ പുള്ളി കഴിക്കാൻ വിട്ടുപോയി. അപ്പൊ ഞാനിതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചു. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ക്രേവിങ്സ് ഒക്കെ എനിക്ക് ഇടയ്ക്ക് വരും. ഈ മാങ്ങ, കൊയ്യാക്ക ഇതൊക്കെ വീട്ടിലുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഉപ്പും മുളക് പൊടിയും കൂട്ടി കഴിക്കാന്നുള്ളതൊക്കെ. അപ്പൊ ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് മീ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ഓക്കെ, താങ്ക് യു.